മാപ്പിള പാട്ടിനോട് ബന്ധപ്പെട്ട ആ മേഖലയോട് ബന്ധപ്പെട്ട് എൻ്റേതായ ഒരു സംഭാവനയുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട വീരേന്ദ്രകുമാർ സാർ ഇവിടെ പറഞ്ഞ അയോധ്യയിലെ സംഭവത്തിന് ശേഷം ഞാൻ ആദ്യമായി എന്നെ ക്ഷണിച്ചു കൊണ്ടുപോയി മുഖ്യാതിഥിയായി കോഴിക്കോട്. അന്ന് ഞാൻ BJPയുടെ ജില്ലാ പ്രസിഡൻ്റാണ്. ആ സംഭവം ഉണ്ടാക്കിയ പശ്ചാത്തലം നമുക്കെല്ലാം അറിയാം. എന്നെ ആദ്യമായി പിന്നൊരു മുസ്ലിം സംഘടന വിളിച്ച് കോഴിക്കോട് ടൗൺ ഹാളിൽ, അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ എന്നെ മുഖ്യാതിഥിയായി പങ്കെടുപ്പിച്ച ഒരു പരിപാടി ഞാൻ ഓർക്കുകയാണ്. കോഴിക്കോട് ടൗൺ ഹാളിൽ അന്ന് 93 നടന്ന മാപ്പിള സോങ് ലവേഴ്സ് അസോസിയേഷൻ്റെ സമ്മേളനത്തിലായിരുന്നു. അതെനിക്കൊരു വിസ്മയമായിരുന്നു. ആ സാഹചര്യത്തിൽ എന്നെ വിളിച്ചത് എനിക്കൊരു വിസ്മയമായി തോന്നി. അതുപോലെ പല വിസ്മയങ്ങളും നേരത്തെ അബ്ദുള്ള മാഷ് പറഞ്ഞതുപോലെ മാറാട് സംഭവം കഴിഞ്ഞ് ആ പശ്ചാത്തലം അങ്ങനെ ഒരു സംഘർഷനിർഭരമായ മാനസികാവസ്ഥ പലർക്കുമുള്ള ഒരു പശ്ചാത്തലത്തിൽ ഈ കേരള മാപ്പിള കലാ അക്കാദമി ഇതുപോലൊരു ബക്രീദ് മീറ്റിന് വിളിച്ചു കൊണ്ടുപോയതും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമത്തിൽ ശുഭോദർക്കമായ ഒരു നേരിയ അധ്യായമായി എനിക്ക് തോന്നുകയാണ്. ഇവിടെ കുറച്ചു മുമ്പ് ഉണ്ടായിരുന്ന മുസ്തഫ മാസ്റ്റർ കഴിഞ്ഞ ചൊവ്വാഴ്ച ഇവിടെ ഒരു മാപ്പിള പാട്ടിൻ്റെ ആൽബം അദ്ദേഹം പുറത്തിറക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ചടങ്ങായിരുന്നു. ടാഗോർ സെൻറ്ററിൽ നിറഞ്ഞു കവിഞ്ഞ സദസ്സ്. ഞാനന്ന് കേരള ഹൈക്കോടതിയിലൊരു കേസിൽ പങ്കെടുത്ത ശേഷം എനിക്കിവിടെ എത്തിപ്പെടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ 6 മണിക്ക് തുടങ്ങേണ്ട പരിപാടി ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ സമയം, ഞാൻ 7:30 എത്തിയപ്പോൾ അതുവരെയും അങ്ങനെ കാത്തു നിന്നു. അപ്പോൾ എന്നെ ഇതെല്ലാം വിസ്മയമാക്കുകയാണ്. എന്താണ് രാഷ്ട്രീയമാണോ? എന്താണ് ഇതുമായുള്ള ബന്ധം? എനിക്ക് തോന്നുന്നു വ്യത്യസ്തമായ ചിന്താധാരകൾ രാഷ്ട്രീയമായിട്ട് മുസ്ലിം ലീഗ്, BJP അല്ലെങ്കിൽ ജനതാദൾ, പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ ബന്ധങ്ങൾ ഒരിക്കൽ വീരേന്ദ്രകുമാർ എൻ്റെ ഒരു പുസ്തക റിലീസിന് വേണ്ടി ഞാൻ ചെന്നപ്പോൾ എന്നോട് പറയുകയുണ്ടായി, ശ്രീധരൻപിള്ള ഞാൻ വരും, നമ്മൾ ഈ രാഷ്ട്രീയക്കാർ തമ്മിലൊക്കെ ഒരു ആത്മബന്ധമുണ്ട്, ആശയപരമായി എതിർക്കുമ്പോഴും ആ ബന്ധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അന്ന് തിരക്ക് മാറ്റിവെച്ച് വന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു, സാഹിത്യകാരന്മാർക്കതില്ല, എന്തിനും മതപരമായ നേതാക്കൾക്ക് ഒരുപക്ഷെ ഉണ്ടാവില്ല, പക്ഷെ നമുക്കുണ്ടെന്ന് പറഞ്ഞ ആ മഹത്വം അത്ര ആളുകളിലേക്ക് സാധിച്ച രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് അദ്ദേഹം അന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലം എന്താ? പാണക്കാട്